കാനഡ വർഷങ്ങളായിട്ട് നമ്മുടെ നാടുകളിലെ ആയിരക്കണക്കിന് യുവാക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സ്വപ്ന ഭൂമിയായിരുന്നു അത്. പഠിച്ച് പച്ച പിടിക്കാം, PR നേടി അവിടെ സെറ്റിലാകാമെന്ന് കരുതി കോടികളും ലക്ഷങ്ങളും മുടക്കി കാനഡയിലേക്ക് വിമാനം കയറിയവർ. എന്നാൽ ഇന്ന് കാനഡയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. സ്വപ്നങ്ങളുടെ ആ നാട് ഇന്ന് പലർക്കും ഒരു കണ്ണീർ കടലായി മാറുകയാണ്. 2026 ആദ്യത്തെ വെറും 6 മാസത്തിനുള്ളിൽ കാനഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദേശികളെ നാട് കടത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കേവലം 6 മാസത്തിനിടെ 3323 ഇന്ത്യൻ പൗരന്മാരെയാണ് കാനഡ ബോർഡർ സർവീസ് ഏജൻസി CBSA തങ്ങളുടെ മണ്ണിൽ നിന്ന് തിരിച്ചയച്ചത്. ഇത് കേവലം ഒരു കണക്ക് മാത്രമല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ തകർന്ന സ്വപ്നങ്ങളുടെ കഥ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? കാനഡയിലെ മാറിയ ഇമിഗ്രേഷൻ നയങ്ങൾ എന്തൊക്കെയാണ്? നോക്കാം. വിഷയം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. കാനഡ ബോർഡർ സർവീസ് ഏജൻസി പുറത്തുവിട്ട റെക്കോർഡ് കണക്കുകൾ പരിശോധിച്ചാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല എന്ന് മനസ്സിലാക്കാം. 2021 കാനഡ നാട് കടത്തിയത് കേവലം 603 ഇന്ത്യക്കാരെയായിരുന്നു. 2022 ഇത് 786 ഉയർന്നു. 2023 ആയപ്പോഴേക്കും 1132 പേർ. 2024 കുത്തനെ ഉയർന്ന് 2004 പേർ. 2025 ഇത് റെക്കോർഡ് ഭേദിച്ച് 3779 എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ 2026 ആദ്യ 6 മാസത്തിൽ മാത്രം ആ 6 മാസത്തിൽ തന്നെ 3323 പേരെയാണ് തിരിച്ചയച്ചത്. അതായത് കഴിഞ്ഞ വർഷത്തെ ആകെ കണക്കിന്റെ 88% ആദ്യത്തെ 6 മാസത്തിൽ തന്നെ പൂർത്തിയായി. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ഈ സംഖ്യ എവിടെ എത്തുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാലം മെക്സിക്കോ ആണ് ഈ ഒരു ലിസ്റ്റിൽ മുന്നിൽ നിന്നതെങ്കിൽ ഇപ്പോൾ മെക്സിക്കോയുടെ എണ്ണം എന്ന് പറയുന്നത് 1573 ഉള്ളൂ. ഹെയ്തി ഉണ്ട് 433. ഇവ രണ്ടിനെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ഇന്ത്യ 1ാമതെത്തിയിരിക്കുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതേ കാലയളവിൽ അമേരിക്ക നാട് കടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തേക്കാൾ 2.5 ഇരട്ടിയിലധികമാണ് കാനഡയിൽ നിന്നുള്ള ഈ ഒരു കണക്ക്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. 7669 ഇന്ത്യക്കാർ കൂടി നിലവിൽ കാനഡയുടെ റിമൂവൽ ഇൻ പ്രോഗ്രസ്, അതായത് ഏത് നിമിഷവും നാട് കടത്തപ്പെടാവുന്ന പട്ടികയിൽപ്പെട്ട ആശങ്കയിൽ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയധികം ഇന്ത്യക്കാർ പുറത്താക്കപ്പെടുന്നത്? കനേഡിയൻ ഗവൺമെന്റ് വ്യക്തമായ കാരണങ്ങൾ ഓരോരുത്തരുടേതായിട്ട് വേർതിരിച്ച് നൽകിയിട്ടില്ല എങ്കിലും പ്രധാനമായും 4 കാരണങ്ങളാണ് ഇമിഗ്രേഷൻ വിദഗ്ധരും റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, വ്യാജ ഏജൻസിന്റെ ചതിക്കുഴികളുണ്ട്. കേരളത്തിലും പഞ്ചാബിലും ഒക്കെ പ്രവർത്തിക്കുന്ന ചില തട്ടിപ്പ് ഏജൻസീസ് വിദ്യാർത്ഥികൾക്ക് വ്യാജ ബാങ്ക് രേഖകളും വ്യാജ അഡ്മിഷൻ ലെറ്ററുകളും ഉണ്ടാക്കി നൽകിയാണ് കാനഡയിലേക്ക് അയക്കുന്നത്. അവിടെ ചെന്ന് ഇമിഗ്രേഷൻ പരിശോധനയിലാണ് പലരും തങ്ങൾ ചതിക്കപ്പെട്ട വിവരം അറിയുന്നത് പോലും. 2, വിസ വ്യവസ്ഥകളുടെ ലംഘനം വരും. സ്റ്റഡി പെർമിറ്റ് പോകുന്ന പലരും കോഴ്സുകൾ കൃത്യമായിട്ട് പൂർത്തിയാക്കാതിരിക്കുക, അനുവദിച്ച സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ അനധികൃതമായിട്ട് തങ്ങുക എന്നിവ വലിയ കുറ്റകൃത്യമായിട്ട് കാനഡ കാണുന്നുണ്ട്. ഇനി 3ാമത്തെ കാരണം തെറ്റായ അസൈലം അപേക്ഷകൾ. ലീഗൽ വിസയുടെ കാലാവധി കഴിയുമ്പോൾ രക്ഷപ്പെടാൻ വ്യാജ ലോജിക് പറഞ്ഞ അഭയാർത്ഥി അപേക്ഷകൾ, റിഫ്യൂജി ക്ലെയിംസ് നൽകുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കനേഡിയൻ ഇമിഗ്രേഷൻ വകുപ്പ് ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും അപേക്ഷ തള്ളി ഉടൻ തന്നെ നാട് കടത്തുകയും ചെയ്തു. 4ാമത്തേത് സംഘടിതമായ കുറ്റകൃത്യങ്ങളിലെ പങ്കാളിത്തമാണ്. മറ്റൊരു ഗുരുതരമായ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചില വിദേശ വിദ്യാർത്ഥികളും വർക്ക് പെർമിറ്റിലുള്ളവരും കാനഡയിൽ ക്രിമിനൽ ആക്ടിവിറ്റികളിലും ഗ്യാങ് വഴക്കുകളിലും ഉൾപ്പെടുന്നുണ്ട് എന്ന് CBSA ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിനെതിരെ വൻതോതിലുള്ള ക്രാക്ക് ഡൗൺ ആണ് കാനഡ പോലീസ് നടത്തുന്നത്. കോവിഡിന് ശേഷം കുടിയേറ്റക്കാരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കാനഡ ഇപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്ര കർശന നിലപാട് എടുക്കുന്നത്? കാരണം സിമ്പിളാണ്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയാണ്. കാനഡയിൽ നിലവിൽ രൂക്ഷമായ ഹൗസിംഗ് ക്രൈസിസ്, അതായത് ഭവന പ്രതിസന്ധിയും കോസ്റ്റ് ഓഫ് ലിവിംഗ്, ജീവിത ചെലവുകളും ഉയർന്നു വരികയാണ്. ഇതിനൊപ്പം തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്തു. പ്രാദേശിക ജനങ്ങളിൽ നിന്ന് വൻ അമർഷം ഉയർന്നതോടെ കനേഡിയൻ ഗവൺമെന്റ് തങ്ങളുടെ കുടിയേറ്റ നയങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. താൽക്കാലിക താമസക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് PGWP ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. നിയമലംഘകരെ വച്ചുപൊറുപ്പിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് കാനഡ ഇപ്പോൾ നൽകുന്നത്. ഇവിടെ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമവശമുണ്ട്. കനേഡിയൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം 3 തരം പുറത്താക്കൽ ഉത്തരവുകളാണുള്ളത്. 1, ഡിപ്പാർച്ചർ ഓർഡർ. ഇത്തരം ഒരു നോട്ടീസ് ലഭിച്ചാൽ 30 ദിവസത്തിനകം സ്വന്തം ചെലവിൽ കാനഡ വിടണം. അങ്ങനെ പോയില്ല എങ്കിൽ അത് താനെ കഠിനമായ ഡീപ്പോർട്ടേഷൻ ഓർഡർ ആയിട്ട് മാറും.
2 എക്സ്ക്ലൂഷൻ ഓർഡർ. ഇത് ലഭിച്ചാൽ അടുത്ത 1 മുതൽ 5 വർഷം വരെ കാനഡയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടാകും. മൂന്നാമത്തേത് ഡീപ്പോർട്ടേഷൻ ഓർഡർ. അതായത് ഇതാണ് ഏറ്റവും കഠിനമായ ശിക്ഷ. ഇത് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് കാനഡ ഗവൺമെന്റിന്റെ പ്രത്യേക രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ ജീവിതകാലത്ത് ഒരിക്കലും കാനഡയിലേക്ക് തിരികെ വരാൻ സാധിക്കില്ല. മാത്രമല്ല, ഒരിക്കലും ഒരു പാശ്ചാത്യ രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ US, UK, യൂറോപ്പ് തുടങ്ങിയ മറ്റു രാജ്യങ്ങളുടെ വീസ ലഭിക്കുന്നതിനും ഇത് ജീവിതകാലം മുഴുവൻ വലിയ തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് കാനഡ എന്ന സ്വപ്നം കണ്ട് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും വസ്തുക്കൾ പണയം വെച്ചും മക്കളെ വിദേശത്തേക്ക് അയക്കുന്ന മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒന്ന് ഓർക്കുക. വിദേശ പഠനം, കുടിയേറ്റം അതൊന്നും തെറ്റല്ല. എന്നാൽ കുറുക്കുവഴികളിലൂടെയോ വ്യാജ ഏജൻസിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചോ ഇറങ്ങി പുറപ്പെട്ടാൽ ജീവിതം തന്നെ തകർന്നു പോകുമെന്ന വലിയൊരു പാഠമാണ് നിലവിലെ കാനഡയിൽ നിന്നുള്ള വാർത്തകൾ നൽകുന്നത്. അതുകൊണ്ട് അംഗീകൃത ഏജൻസിനെ മാത്രം ആശ്രയിക്കുക. നിങ്ങളുടെ ഓഫർ ലെറ്റേഴ്സും രേഖകളും റിയൽ ആണെന്ന് ഉറപ്പുവരുത്തുക. പോകുന്ന രാജ്യത്തെ നിയമങ്ങൾ 100% പാലിക്കുക. കാനഡയിലേക്കുള്ള വഴി പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. പക്ഷേ കൃത്യമായ നിയമ വഴികളിലൂടെ അല്ലാതെ ഇനി അങ്ങോട്ട് പോവുക അസാധ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.